അസ്സലാമു അലൈക്കും. തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. തഹജ്ജുദ് നമസ്കാരം എത്രത്തോളം ശ്രേഷ്ഠമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 5 വക്ത് ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരമാണ് തഹജ്ജുദ് എന്ന്. ഒരാൾ കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുവാനുള്ള അവസരം അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുമെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ നബി തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കണമെന്ന്. ഇവിടെ രാത്രി നമസ്കാരം എന്നുദ്ദേശിക്കുന്നത് സ്വലാത്തു തഹജ്ജുദ് നമസ്കാരമാണെന്ന് പല സ്വഹാബിമാരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിൽ തന്നെ അവന് കൊടുക്കുന്നതാണ്. അള്ളാഹുവിലേക്കുള്ള അടുപ്പം ഏറ്റവും കൂടുതലാവാൻ തഹജ്ജുദിലൂടെയാണ് നമുക്ക് സാധിക്കുക. ഹലാലായ മുറാദുകൾ ഹാസിലാവാനും പ്രയാസങ്ങൾ മാറാനും തഹജ്ജുദ് നമസ്കാരം കാരണമാകുന്നു. ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നു. അവൻ്റെ പരീക്ഷണങ്ങളെ അള്ളാഹു തട്ടിമാറ്റുന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ഗുണങ്ങളാണ് തഹജ്ജുദ് നമസ്കാരത്തിനുള്ളത്. തഹജ്ജുദ് നമസ്കരിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ശ്രേഷ്ഠതകളെപ്പറ്റിയും പതിറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രം ഇന്നതിനെ ശരിവെക്കുന്നു. തഹജ്ജുദ് നമസ്കരിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി ഒരു പ്രശസ്ത ഡോക്ടർ തന്നെ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. 2 to 4 വരെയുള്ള മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. മെലറ്റോണിൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രെയിനിനെ റിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 4 o'clockനുള്ള അവരുടെ ആ തഹജ്ജുദ് നിസ്കാരം വഴി നിസ്കരിക്കാൻ കഴിയുന്നവർ ഇനിയും വൈകിപ്പിക്കാതെ ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. തഹജ്ജുദിൽ എണീക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു ടൈമാണത്. എണീറ്റാൽ നമുക്ക് ഭയങ്കര ഒരു പവർഫുൾ ഫീൽ ആയിരിക്കും. ഇതുവരെ എണീക്കാത്തവരാണെങ്കിൽ ആദ്യമൊക്കെ എണീക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, മടി തോന്നാം, എല്ലാം തോന്നാം. പക്ഷെ നമ്മൾ ആ തഹജ്ജുദ് നമസ്കരിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കും. പതിയെ നമ്മൾ അതിലോട്ട് വരും. എണീക്കാനുള്ള ഒരു ഊർജ്ജവും കാര്യങ്ങളൊക്കെ അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും. ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. എന്നാൽ ഇതിൽ ഏറ്റവും ഉത്തമമായത് രാത്രിയുടെ 2ാം ഭാഗത്തിൽ നിസ്കരിക്കുന്നതാണ്. തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത് 2, 4, 6, 8, 10, 12 അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു, തഹജ്ജുദ് നമസ്കരിച്ചാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ശ്രേഷ്ഠതകളും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകളും ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് സൈക്കോളജിക്കലി നമ്മുടെ മാനസികപരമായി നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ തഹജ്ജുദ് നമസ്കരിച്ചാൽ. ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ഒരു മനസ്സിന് സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നിങ്ങൾക്കതിൻ്റെ ഫീൽ അറിയാം. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കത് ഒരു സമാധാനം ഫീൽ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഒരു ആരോഗ്യകരമായ ഒരു ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.